ഹായ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ 4 ഇമ്രാനിലെ 117 ആയത്തിലെ അതിൻ്റെ അർത്ഥം പറഞ്ഞു തരികയാണ്. തീർച്ചയായും സത്യവിശ്വാസം വിറ്റ് സത്യനിഷേധം വാങ്ങിയവർ അള്ളാഹുവിന് ഒരു ദ്രോഹവും വരുത്താൻ പോകുന്നില്ല. വേദനയേറിയ ശിക്ഷാർഹമാണ് അവർക്കുള്ളത്. 178 സത്യനിഷേധികൾക്ക് നാം സമയം നീട്ടിക്കൊടുക്കുന്നതാണ്. അവർക്ക് ഗുണകരമാണെന്ന് അവർ ഒരിക്കലും വിചാരിച്ചു പോകരുത്. അവരുടെ പാപങ്ങൾ കൂടിക്കൊണ്ടിരിക്കാൻ വേണ്ടി മാത്രമാണ് നാം അവർക്ക് സമയം നീട്ടിക്കൊണ്ടിരിക്കുന്നത്. അപമാനകരമായ ശിക്ഷയാണ് അവർക്കുള്ളത്. 179 ആയത്തെ നല്ലതിൽ നിന്ന് ദുഷ്ടതിനെ വേർതിരിച്ചു കാണിക്കാതെ സത്യവിശ്വാസികളെ നിങ്ങളിൽ നിന്നുള്ള അവസ്ഥയിൽ അള്ളാഹു വിടാൻ പോകുന്നില്ല. ദൃശ്യജ്ഞാനം അള്ളാഹു നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാനും പോകുന്നില്ല. എന്നാൽ അള്ളാഹു അവന്റെ ദൂതന്മാരിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവരെ അദൃശ്യജ്ഞാനം അറിയിച്ചു കൊടുക്കുന്നതിനായി തിരഞ്ഞെടുക്കുന്നു. അതിനാൽ നിങ്ങൾ അള്ളാഹുവിലും അവന്റെ ദൂതന്മാരിലും വിശ്വസിക്കുകയും നിങ്ങൾ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്ന പക്ഷം നിങ്ങൾക്ക് മഹത്തായ പ്രതിഫലമുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇതും ആലി ഇമ്രാനിലെ 177, 178, 179 3 വരികളിലുള്ളതാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും. ഇനി ഞാൻ പറയാൻ പോകുന്നത് സജദ സൂറത്തിലെ 24 ആയത്താണ്. അവർ ക്ഷമ കൈക്കൊള്ളുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ദൃഢമായി വിശ്വസിക്കുന്നവരാകുകയും ചെയ്യുമ്പോൾ അവരിൽ നിന്ന് നമ്മുടെ കൽപ്പന അനുസരിച്ച് മാർഗദർശനം നൽകുന്ന നേതാക്കളെ നാം ഉണ്ടാക്കുകയും ചെയ്തു. 25 ആയത്ത്. അവർ ഭിന്നത പുലർത്തിയിരുന്ന വിഷയങ്ങളിൽ നിന്റെ രക്ഷിതാവ് തന്നെ ഉയർന്നെഴുന്നേൽപ്പിക്കുന്ന നാളിൽ അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്നതാണ് തീർച്ച. 26 ആയത്ത്. ഇവർക്ക് മുമ്പ് എത്രയോ തലമുറകളെ നാം നശിപ്പിച്ചിട്ടുണ്ട് എന്ന വസ്തുത ഇവർക്ക് നേർവഴി കാണിച്ചില്ലേ? അവരുടെ വാസസ്ഥലങ്ങളിലൂടെ ഇവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതല്ലോ. തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്, എന്നിട്ടും ഇവർ കേട്ട് മനസ്സിലാക്കുന്നില്ലേ? 27. വരണ്ട ഭൂമിയിലേക്ക് നാം വെള്ളം കൊണ്ടു ചെല്ലുകയും അതുമൂലം ഇവരുടെ കാലികൾക്കും ഇവർക്ക് തന്നെയും തിന്നാനുള്ള കൃഷി നാം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. ഇവർ കണ്ടില്ലേ? എന്നിട്ടും ഇവർ കണ്ടറിയുന്നില്ലേ? 28 ആയത്ത്. അവർ പറയുന്നു, എപ്പോഴാണ് ഈ തീരുമാനം? പറയൂ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.